നമ്മുടെ ചില CPM നേതാക്കളുടെ പ്രസ്താവനകൾ കാണുമ്പോൾ ഇവരെയൊക്കെ അന്തം കമ്മി എന്ന് വിളിക്കുന്നതിൻ്റെ പൊരുൾ വ്യക്തമാകും. ഇപ്പോൾ അതാ തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നു, ED എന്താ മൂക്കിൽ കയറ്റുമോ, ഇത് കേരളമാണ്. രാമേന്ദ്ര സാർ ഇത് കേട്ടില്ലേ? അത് പക്ഷേ അദ്ദേഹം കുറച്ച് നാളായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞിരുന്ന ഒരാളാണ് കേജ്രിവാൾ. അതെ അതെ, ഒരുപാട് സമൻസുകൾ കിട്ടി, അദ്ദേഹം ഞാൻ ഹാജരാവില്ല എന്നൊക്കെ അണികൾ ചിലപ്പോൾ വിശ്വസിച്ചിട്ടുണ്ടാവും. വിവരമുള്ളവർ വിശ്വസിക്കില്ല, സഖാക്കൾ വിശ്വസിക്കില്ലായിരിക്കും. പക്ഷേ ശരീരഭാഷ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഐസക്കിന് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്, ഇത് കേരളമാണ്, ഈ പല കാര്യങ്ങളും കേരളമാണെന്ന് ഇവർക്ക് പറയാം. ഇന്ത്യയിലെ ഒരു പ്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ED ആവട്ടെ, CBI ആവട്ടെ, NIA ആവട്ടെ, അത് ഇവിടോട്ട് വന്നാൽ ഇത് കേരളമാണ് എന്ന് പറഞ്ഞാൽ കൊമ്പുണ്ടോ? കേരളത്തിൽ എന്താ കൊമ്പുണ്ടോ? ഇന്ത്യയുടെ ഭാഗമല്ലേ ഇതൊന്നും ED അല്ലെങ്കിൽ CBI ഇവരുടെ ഒന്നും ജൂറിസ്ഡിക്ഷൻ കേരളത്തിലില്ലേ? അതെ അതെ അതെ. അല്ല, നമ്മൾ കണ്ടതാണ് ഇവിടെ ഇത് കേരളമാണെന്നൊക്കെ പറഞ്ഞ് ഈ പാർട്ടിയുടെ വലിയ കൊലകൊമ്പൻ നേതാക്കന്മാരെയൊക്കെ CBI വന്ന് പിടിക്കുമ്പോൾ നെഞ്ചുവേദന എന്ന് പറഞ്ഞ് ആംബുലൻസ് ഒക്കെ എത്തിക്കൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സഖാക്കള് ഈ ഐസക് പറയുന്നു വിശ്വസിച്ചൊന്നും നടക്കരുത്. ഈ കേജ്രിവാളിന്റെ എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് ഐസക്കിനും സംഭവിക്കാൻ പോകുന്നത്. അല്ല, ഇദ്ദേഹം ഭരണഘടനാ പദവിയിലിരുന്ന മന്ത്രിയായിരുന്നു അല്ലേ? ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുകയാണ്, MLA ഒക്കെയാണ്. ഇങ്ങനെ എല്ലാം കോൺസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടനാപരമായിട്ടുണ്ടായിരുന്ന പദവികളിലിരിക്കുകയും പദവികൾ കാക്ഷിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ രാജ്യത്തെ ഒരു ഏജൻസി ഒരു കാര്യം അറിയാൻ വരണം എന്ന് പറഞ്ഞാൽ എന്താ പോവാൻ മടി? അപ്പോൾ ഉള്ളിൽ പേടിയുണ്ട് സുനിലെ. അതായത് ഇപ്പൊ ഇന്ന് ഐസക് സംസാരിക്കുമ്പോ പറയുന്നത് എന്താണ്? ഞാൻ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നത് കൊണ്ടാണ് എന്നെ പേടിപ്പിക്കാൻ. അല്ലല്ലോ, തെരഞ്ഞെടുപ്പിന് നിർത്താൻ പാർട്ടി ആലോചിച്ചിരുന്നു പോലും ഒഴിവാക്കിയതാണ്. അതിനു മുമ്പ് തന്നെ നോട്ടീസ് വന്നതാണ്. അതെ. അല്ല, ഇദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചങ്ങ് ജയിച്ചാൽ നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് പുറത്തു പോവോ? അതെ. എന്താണ് നരേന്ദ്രമോദിക്ക് ഇദ്ദേഹം ആരാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് തെരഞ്ഞെടുപ്പുമായി നോക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു രാജ്യത്തെ ഒരു ഏജൻസികൾ, എല്ലാ ഏജൻസികളും അവരുടെ പ്രവർത്തനങ്ങളും അന്വേഷണവും നടപടികളും നിർത്തിവെക്കണമെന്ന് ഒരു വ്യവസ്ഥയില്ല. അതുപോലെ പോവും. അത് ചിലപ്പോൾ ഇത്തരം കേസുകളിൽ ഈ ഇത്ര സമയത്തിനകം പൂർത്തിയാക്കണമെന്ന് അതിൻ്റെ ചട്ടങ്ങളിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എത്ര സമയം എടുക്കാം. ഇപ്പൊ VD സതീശൻ ഇവർക്ക് വേണ്ടി എന്നുള്ള മട്ടില് അന്തർധാര ഉണ്ടോ എന്ന് സംശയിക്കാവുന്ന വിധത്തിൽ പറയുന്നുണ്ട്. എന്താണ് അമ്മാന്തം? സതീശൻ ഇപ്പോൾ പറഞ്ഞതല്ല, നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിക്കെതിരെയുള്ള SFIO അന്വേഷണം നടക്കുന്നുണ്ട്. അതിന്റെ കൂടെ ED കൊച്ചി ഓഫീസിൽ നിന്ന് ECIR എന്ന് പറഞ്ഞാൽ പോലീസ് FIR എന്ന് പറയും, ED ECIR എന്നാണ് പറയുന്നത്. വീണ, എക്സാലോജിക്ക് ഉൾപ്പെടെയുള്ള കമ്പനികൾക്കെതിരെ FIR ECIR ഇട്ടു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീണയുടെ സ്റ്റാറ്റസ് EDയുടെ കേസിലെ പ്രതിയാണ്. വീണ പ്രതിയായി. ഇതുവരെ വീണക്കെതിരെ ആരോപണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ വീണ പ്രതിയായിരിക്കുന്നു. ഇത് ഇലക്ഷൻ പ്രമാണിച്ചുള്ള ഒരു തട്ടിപ്പാണ്, അത് അന്തർധാരയാണെന്നാണ് സതീശൻ പറയുന്നത്. ഇത് കുറച്ച് നാളായി അതാണ് ഞാൻ പറഞ്ഞു വന്നത്. സതീശൻ പറയുന്നതല്ലല്ലോ വാസ്തവം. കേന്ദ്ര ഏജൻസികളുടെ കേസിൽ ഈ മണി ട്രെയിൽ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈ പൈസ ആരൊക്കെ എവിടെയൊക്കെ കൊടുത്തു, കോഴയായിരുന്നോ, ഇതെവിടെയൊക്കെ മുടക്കി, ഇത് മുഴുവൻ കണ്ടുപിടിച്ചാൽ മാത്രമേ കേസ് കോടതിയിൽ നിൽക്കുകയുള്ളൂ. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ കാര്യത്തിലുള്ള ഈ മരവിപ്പിച്ച കേസിലുമൊക്കെ അങ്ങനെയാണ് വരുന്നത്. ഇതിൽ ഇനിയിപ്പോൾ നമുക്ക് നോക്കാം ഈ ഐസക് എങ്ങനെയാണ് പെടാൻ പോകുന്നതെന്ന്. ഐസക് മാത്രമല്ല, മറ്റേ എക്സാലോജി കേസിലൊരു PV കിടപ്പുണ്ട്. ഈ ഐസക് ഇതിൻ്റെ അകത്ത് മുഖ്യമന്ത്രി ഇംപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഈ മസാല ബോണ്ട് എന്താണെന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പറയാം. സാധാരണ കടപ്പത്രം ഇവിടെ ഇറക്കാറുണ്ട്. നമ്മളത് മേടിക്കുക, അതിൻ്റെ പലിശ നമുക്ക് കിട്ടും. അതിൻ്റെ കാലാവധി കഴിയുമ്പോൾ 5 കൊല്ലമാണ് മച്യൂരിറ്റി എങ്കിൽ അത് കഴിയുമ്പോൾ നമുക്ക് 10%, 8% എത്ര പലിശ കിട്ടും. ഇതെന്താന്ന് വെച്ചാൽ, ഇന്ത്യക്ക് പുറത്ത് നമ്മൾ ഇന്ത്യൻ രൂപ വെച്ച് തന്നെ ഇറക്കുമ്പോൾ അതിന് മസാല ബോണ്ട് എന്ന് പറയുന്നു. ഇത് ഇന്ത്യക്ക് ഇന്ത്യൻ രാജ്യാന്തര ധന കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു കോർപ്പറേഷൻ ഉണ്ട്. അവർ ആ കോർപ്പറേഷൻ 2014 നവംബർ 14 ആദ്യത്തെ മസാല ബോണ്ട് ഇറക്കി. അത് അടിസ്ഥാന സൗകര്യ വികസനത്തിനായിരുന്നു.
അത് കഴിഞ്ഞ് അത് 1000 കോടി 2015 ഓഗസ്റ്റിൽ കാലാവസ്ഥ വ്യതിയാന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഗ്രീൻ മസാല ബോണ്ട് 315 കോടി രൂപയുടെ മുഖ്യമന്ത്രിയും സംഘമൊക്കെ പോയി മണിയടിച്ച് തുടങ്ങിയ പരിപാടിയല്ലേ ഇത്? അത് അല്ല ഇത് രാജ്യാന്തര ധന കോർപ്പറേഷൻ ഇന്ത്യയുടെ ഇങ്ങനെ ചെയ്യുന്നു എന്ന് കണ്ടിട്ട് ഇവര് ഞങ്ങളും കേരളം വേറെയാണല്ലോ. സി വി രാമൻപിള്ള പറഞ്ഞില്ലേ ഞങ്ങളും ഭരിച്ചാൽ ഭരുമോ, ഇന്ത്യക്ക് ചെയ്യാമെങ്കിൽ ഞങ്ങൾക്കും ചെയ്യാം. അതെ എന്ന് പറഞ്ഞിട്ട് ഇവര് കിഫ്ബി 2019 ജനുവരിയിൽ ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചാണ്. ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചിട്ട് 2150 കോടി രൂപയുടെ കടപ്പത്രം, അതിൻ്റെ പലിശ 9.92%. ഇതിനേക്കാൾ ചെറിയ തുകയ്ക്ക് ഇവിടെ കടം കിട്ടുമായിരുന്നു. അപ്പോഴാണ് ഇതിനെ സംബന്ധിച്ച് പല സംശയങ്ങളും നിലനിൽക്കുന്നത്. ഇതിൽ കുഴപ്പം പിടിച്ച ഭാഗം എന്ന് പറയുന്നത് EDയുടെ കയ്യിൽ ഈ മിനിറ്റ്സ് ഉണ്ട്. ആ ഡയറക്ടർ ബോർഡ് 2019 ജനുവരിയിൽ നടന്ന യോഗത്തിൻ്റെ മിനിറ്റ്സ്, ആ മിനിറ്റ്സ് ഞാനും നോക്കിയിട്ടുള്ളതാണ്. അത് കുഴപ്പം പിടിച്ചൊരു രേഖയാണ്. എന്തുകൊണ്ട്? ആ മിനിറ്റ്സിൽ പറഞ്ഞിട്ടുണ്ട് അന്നത്തെ ചീഫ് സെക്രട്ടറി ടോം ജോസ് ഇത് കുഴപ്പം പിടിച്ചൊരു സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ എതിർത്തിട്ടുണ്ട്. പലിശയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരാളെ എതിർത്ത ഭാഗം അതിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഈ ഐസക് പറഞ്ഞു പക്ഷേ ഇത് അത്യാവശ്യമുള്ളതാണ്, ഇതുകൊണ്ട് കുഴപ്പമൊന്നും വരാനില്ല. ബട്ട് ഐസക് സെഡ് ഇറ്റ് വുഡ് ബി ബെനിഫിഷ്യൽ ഫോർ ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭാവിയിലേക്ക് ഇത് വലിയ ഗുണം ചെയ്യും എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ED ഇവിടുത്തെ കോടതിയിലൊക്കെ പറഞ്ഞത് ഈ ഐസക്കിന്റെ അഭിപ്രായം വളരെ ക്രൂഷ്യലായിരുന്നു. ഒരുപക്ഷെ ആ അഭിപ്രായം കൊണ്ടായിരിക്കും ചീഫ് സെക്രട്ടറിയുടെ എതിർപ്പിനെ മറികടന്ന് തീരുമാനത്തിലേക്ക് എത്തിയത്. എന്നിട്ട് ഹാജരാകാത്ത ഐസക് ഒരു നീണ്ട കടലാസ് വിശദീകരണ നോട്ട് EDക്ക് അയച്ചിരുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ മാത്രമായിരുന്നില്ല ഈ തീരുമാനത്തിന് ഉത്തരവാദി, മുഖ്യമന്ത്രി കൂടെ ഉണ്ടെന്ന്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ക്രൂഷ്യൽ മീറ്റിംഗ് ഉണ്ടല്ലോ ജനുവരി, ആ മീറ്റിംഗിൽ അധ്യക്ഷത വഹിച്ചത് മുഖ്യമന്ത്രി പിണറായി. അതായത് ഞാൻ മാത്രമല്ല മറ്റേ പുള്ളിക്കാരനും കൂടെ ഉണ്ട്. പോക്കിയാ ഞങ്ങളെ രണ്ടുപേരെയും അതാണ് രാഷ്ട്രീയ പ്രതിയോഗികൾ. എനിക്ക് മാത്രം നോട്ടീസ് അയച്ചാൽ പോരാ, മുഖ്യമന്ത്രിക്കും നോട്ടീസ് അയക്കണം. പക്ഷേ ഇതിനകത്തൊരു വലിയ തമാശ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഐസക് ഇങ്ങനെ ഇലക്ഷൻ കാലത്തൊക്കെ വലിയ ഗീർവാണടിക്കും. ED എന്താ മൂക്കിക്കയറ്റുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്തിനാണ് EDക്കെതിരെ കോടതിയിൽ പോകുന്നത്? EDക്ക് കത്തയക്കുന്നത് എന്തിനാണ്? മൈൻഡ് ചെയ്യാതിരുന്ന പോലെ. അപ്പോൾ ED മൂക്കി കയറ്റുമെന്ന് ഐസക്കിന് നല്ല ബോധ്യമുണ്ട്. ഇതെല്ലാം കേട്ട് ഈ അന്തംകമ്പി സഖാക്കള് EDക്കാരെ തടയാൻ പോയ ബംഗാളിൽ ഒരു ഷാജഹാൻ ഷെയ്ഖ് EDക്കാരെ ഒന്ന് ആക്രമിച്ചു നോക്കി. ഇപ്പൊ എവിടെയാണെന്ന് ഒരു വിവരമില്ല. തീഹാർ തുടക്കം ആ ആക്രമണത്തിലായിരുന്നു. അതെ, അതോടെ ഒരു സാമ്രാജ്യം വീണു. ഇപ്പൊ തീഹാർ ജയിലിൽ ഉണ്ടതിന്. അതെ. അതുപോലെ ഈ സഖാക്കളുടെ മുമ്പിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മഹാൻ ചമയാനായിട്ട് നോക്കുകയാണ് ഐസക്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയില് ജില്ലാ സെക്രട്ടേറിയറ്റ് മീറ്റിംഗില് 2 വലിയ സഖാക്കൾ പോലെ അടിയുണ്ടായി എന്നാണ് പറയുന്നത്. അതെ, അടിയുണ്ടായി എന്ന് തന്നെയാണ് എനിക്കും മീറ്റിംഗ് കഴിഞ്ഞപ്പോ. കാരണം പത്മകുമാറിനായിരുന്നു മറ്റേ ഈ ഒരു മണ്ഡലത്തിന്റെ ചാർജ്. അതായത് ഹർഷകുമാറിന് അടൂരിലെ ചാർജ്. അതെ, അവിടുന്ന് ഏനാത്തുനിന്ന് ഈ തോമസ് ഐസക് സ്ഥാനാർത്ഥിയായിട്ട് ചെന്നിറങ്ങിയ ദിവസം നടന്ന ഷോ ഉണ്ടല്ലോ, റോഡ് ഷോ, അത് ഏനാത്ത് മുതൽ ആളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അടൂരിന്റെ ചുമതല ഹർഷകുമാറിനായിരുന്നു. നിങ്ങളുടെ ചുമതലയിലുള്ള ആ സ്ഥലത്ത് അടൂരില് മര്യാദക്കെല്ലാം നടക്കുന്നത് ഐസക് തോക്കാൻ സാധ്യതയുണ്ട് പത്മകുമാർ പറഞ്ഞു. അപ്പൊ പത്മകുമാറിന് ചുമതലയുള്ള ആറന്മുളയിലാണ് കാര്യങ്ങൾ മര്യാദയ്ക്ക് നടക്കാത്തതെന്ന് ഹർഷകുമാർ പറഞ്ഞു. അങ്ങനെ 1ഉം 2ഉം പറഞ്ഞാണ് ഇത് വഴക്കിലും വക്കാണത്തിലും വാസവന്റെ സാന്നിധ്യത്തിൽ അവസാനം പിരിയാൻ നേരത്ത് ഹർഷകുമാർ പിടിച്ചു തള്ളി. പുള്ളി പറഞ്ഞാൽ ഞാൻ എല്ലാം ഒഴിഞ്ഞു, ഈ പണി നിർത്തി, ഞാൻ വീട്ടിൽ ഞാൻ രാജിവെക്കുകയാണെന്നൊക്കെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ അംഗങ്ങളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു എന്നാണ് പറയുന്നത്. പിന്നെ പാച്ചപ്പ് എന്നുള്ള നിലയ്ക്കാണ് ഒരു പത്രസമ്മേളനമൊക്കെ നടത്തിയിരിക്കുന്നത്. ആ കാര്യത്തിലും ബുദ്ധിമുട്ടുണ്ട്. ഇത് ഇനി അവിടെ ജില്ലാ സെക്രട്ടറി ഇനി ആരെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള തർക്കമുണ്ടെന്നാണ് പറയുന്നത്. ഹർഷകുമാറും പത്മകുമാറും തമ്മിൽ അവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് അവർക്ക് രണ്ടുപേർക്കും ആഗ്രഹമുണ്ട്. അതും ഈ തള്ളലിന്റെ കുറച്ച് സീനിയറുമാണ്, വളരെ സീനിയറാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു. അതെ, ഹരിവരാസനത്തിൽ ഉത്തരവാദിത്വം ഉണ്ടെന്നൊക്കെ പറയുന്ന ആളാണ്, കുടുംബത്തിൽപ്പെട്ട ആളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല ഈ ഐസക്കിന് പകരം രാജു എബ്രഹാമിനെ മത്സരിപ്പിക്കണം
എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. രാജു എബ്രഹാമിനെയും പത്രസമ്മേളനത്തിൽ വിളിച്ചു കൂട്ടിയിരുന്നു. അപ്പൊ രാജു എബ്രഹാമിനെ രാജു എബ്രഹാം വളരെ ജനകീയനായ ഒരു നേതാവായിരുന്നു പത്തനംതിട്ട. ആയിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. കാരണം അദ്ദേഹം 3 തവണ അവിടെ മത്സരിച്ചതല്ലേ, തുടർച്ചയായിട്ട് ജയിക്കുകയും ചെയ്തു. മാർത്തോമാ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. മുമ്പ് ദേശാഭിമാനി ലേഖനമൊക്കെ ആയിരുന്നു. CPM-കാരുടെ പരമ്പരാഗത മസിൽ പിടുത്തം ഒന്നുമില്ല. അത് അസംബ്ലി കാണുമ്പോൾ ഏറെ വിട്ട് നടക്കുന്ന ഒരു ജനപ്രതിനിധിയാണ്. ഞാനൊരു മഹാനാണെന്നുള്ള ഭാവവും അതെ വളരെ സിമ്പിൾ. മതേതരത്വം ഒന്നും പറയാറില്ല. യഥാർത്ഥത്തിൽ ഐസക്കിനെക്കാളും പത്തനംതിട്ട മത്സരിക്കാൻ യോഗ്യൻ രാജു എബ്രഹാം തന്നെയായിരുന്നു. അദ്ദേഹത്തിന് വെട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള കാര്യത്തിലും നമുക്ക് അറിഞ്ഞുകൂടാ. ഈ സജി ചെറിയാൻ ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടല്ലോ. എന്തായാലും ആളുണ്ടായിരുന്നില്ല അന്നത്തെ ഷോയിൽ. ഇപ്പോഴും സംഗതിയൊക്കെ. അപ്പോൾ മൊത്തത്തിൽ സാറ് പറഞ്ഞു വരുന്നത് തോമസ് ഐസക്കിന്റെ കാലം അത്ര ശരിയല്ല. അദ്ദേഹം ആൾക്ക് തൊഴിൽ കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുടുംബയോഗങ്ങളൊക്കെ ശനിയുടെ ഒരു ചെറിയ ബാധയുണ്ടെന്ന് തോന്നുന്നു. വലിയ ബാധയാണെന്ന് തോന്നുന്നു ഈ അഭിപ്രായ വോട്ടെടുപ്പുകളിലുള്ള ഫലമൊക്കെ കണ്ടിട്ടും. മാത്രമല്ല അനിൽ ആന്റണി അല്ല AK ആന്റണിയുടെ അപ്പൻ. ഞാൻ പത്തനംതിട്ടയിൽ തെരഞ്ഞെടുപ്പിന് പ്രവർത്തനത്തിന് പോകാൻ സാധ്യതയില്ല എന്നുള്ള മട്ടിൽ സംസാരിച്ചിട്ടുണ്ടല്ലോ ഇപ്പം. എന്ന് വെച്ചാല് മകനെതിരെ കൂടെയാണ് എൻ്റെ മനസ്സ്. ആയിരിക്കണമല്ലോ. അദ്ദേഹത്തിന് എലിസബത്ത് കൃപാസനത്തിൽ പോയി പരസ്യമായി പ്രസംഗിച്ച് മാതാവിൻ്റെ അനുഗ്രഹവും അനുമതിയും തെളിയതിനു ശേഷമാണല്ലോ അനിലിനെ വിട്ടത്. അപ്പോൾ എലിസബത്തിന്റെ മാത്രം മകനല്ലല്ലോ അനിൽ ആന്റണിയുടെ കൂടിയല്ലേ. അപ്പോൾ നിശ്ചയമായി അമ്മയും മകനും കൂടി എടുത്ത തീരുമാനം ആയിരിക്കില്ല, ആന്റണിയുടെ അറിവോടുകൂടി എടുത്ത തീരുമാനം തന്നെ ആയിരിക്കും. അത് അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ അറിവ് BJP കേന്ദ്രങ്ങളിൽ നിന്ന്. കാരണം ദുഃഖ വ്യാഴാഴ്ചയായിരുന്നല്ലോ ആ തീരുമാനം എടുത്തത്. അപ്പോൾ തിരുവനന്തപുരത്ത് മാത്രം ഞാൻ ചെറിയ തോതിൽ പ്രവർത്തനം നടത്തുമായിരിക്കും. പിന്നെ ഇതിനു മുമ്പ് ഞാൻ KPCC ഓഫീസിലായിരുന്നല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നൊക്കെ ആന്റണി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പത്തനംതിട്ടയിൽ പോകാതിരിക്കാനുള്ള വഴി നോക്കുന്നുണ്ട് അദ്ദേഹം. ഏതായാലും എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ തൊട്ടു മുമ്പ് EDയുടെ ഒരു നോട്ടീസ് വന്ന് വളരെ ക്രൂഷ്യലാണെന്ന് കരുതുന്നു. വളരെ തോമസ് ഐസക്കിന് വേണമെങ്കിൽ ഇത് തെരഞ്ഞെടുപ്പ് കാരണമാണ് എന്നൊക്കെ പറയാം. അല്ല, കേജ്രിവാളിന് കിട്ടിയ അത്രയും നമ്പറായി തോന്നുന്നു ഇപ്പോഴും. അതെ ഏതാണ്ട് കേജ്രിവാളിനെ പോലെ തോമസ് ഐസക്കും ED മൂക്കിൽ കയറ്റുമോ ഇല്ലയോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വരും ദിവസങ്ങളിൽ കിട്ടിയേക്കുമെന്ന് തോന്നുന്നു. അത് ഹൈക്കോടതിന്റെ ശരീരഭാഷയിൽ കാണാനും ഹൈക്കോടതി അനുഗ്രഹിച്ചില്ലെങ്കിൽ. കാരണം ഹൈക്കോടതി കുറേ കാലമായിട്ട് ഈ തോമസ് ഐസക്കിന് വളരെ ഫേവറബിളായിട്ട് ഒന്ന് പൊയ്ക്കൂടെ, അറസ്റ്റ് പൊയ്ക്കൂടെ എന്നൊക്കെ വളരെ ഈ കാമുകൻ കാമുകിയോട് പറയുന്ന പോലെ പൊയ്ക്കൂടെ, അറസ്റ്റ് ചെയ്യില്ലെന്ന് ഞങ്ങൾ ഉറപ്പ് തരാം എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഹൈക്കോടതി കടാക്ഷിച്ചില്ലെങ്കിൽ EDയുടെ മൂക്കിൽ തോമസ് ഐസക്ക് കയറിയ ED കൂടുതൽ തെളിവുകൾ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അവരുടെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ED തോമസ് ഐസക്കിനെ പിടിച്ചാൽ തോമസ് ഐസക്ക് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയനിലേക്ക് അത് എത്തും. സോൾ റെസ്പോൺസിബിലിറ്റി എനിക്കല്ല. അതെ, അത് പിണറായി വിജയനിലേക്ക് ഈ തോമസ് ഐസക്ക് കൈ ചൂണ്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നാൽ പിണറായിലേക്ക് ED എത്തുകയാണ്. പിണറായിയുടെ മകളെ തേടി ED യാത്ര തുടങ്ങിയിട്ടുണ്ട്. അതെ, അപ്പൊ ഇനി എന്തായാലും വലിയ മാമാങ്കങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.